കേരളം വിട്ട് പുറത്ത് എവിടെ പോയാലും നമുക്ക് ഏറ്റവും പുതിയ നാട്ടിലെ ഫുഡ് കഴിക്കാനായിരിക്കും. അതുപോലെ തന്നെ നാട്ടിലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഇവിടേക്ക് വെച്ച് കാണുവാണെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. ഇന്ന് നമ്മൾ എന്റെ മാമന്റെ ആന്റിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ആന്റി ഇവിടെ എയിംസ് നേഴ്സ് ആയതുകൊണ്ട് തന്നെ ക്വാർട്ടേഴ്സിലാണ് താമസം. ഈ കാണുന്ന ഒരു ഏരിയ മൊത്തം ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ക്വാർട്ടേഴ്സ് ആണ്. അത് നേഴ്സ് എന്ന് മാത്രമല്ല കേട്ടോ, സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ വരുന്ന പല PR ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള പല തസ്തികകളിലുള്ള ആൾക്കാരുടെ ക്വാർട്ടേഴ്സ് ആണ്. ലൊക്കേഷൻ ഇട്ട് തന്നുകൊണ്ട് തന്നെ ഓട്ടോക്കാരൻ നേരെ ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ തന്നെ കൊണ്ട് ചവിട്ടി. ഞങ്ങൾ പുറത്ത് വെയിറ്റിംഗ് ആയി. മാമനും മാധവും ദേ ഇറങ്ങി വരുന്നു. ഏതാണ്ട് ഒരു 2 വർഷത്തിന് ശേഷമാണ് മാമനെ എല്ലാരെയും കാണുന്നത്. വന്നപ്പോഴേ ആയു ചാടി മാമന്റെ കയ്യിൽ പോയി. സ്റ്റെപ്പ് കയറി നേരെ ഉള്ളിലേക്ക്. ശരിക്കും ഞങ്ങൾ മുൻകൂട്ടി വരുന്ന കാര്യം പറഞ്ഞൊന്നുമില്ലായിരുന്നു. സന്ധ്യാന്റിക്ക് ഇന്ന് 2 to 8 ഡ്യൂട്ടി. ഓൾറെഡി സമയം പോയിരിക്കുന്നു. ഞങ്ങൾക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്ധ്യാന്റി ഫുൾ കിച്ചണിൽ ബിസി ആയിരുന്നു. യായു ചെന്നപ്പോഴേ യായുവിനൊരു ഫ്രൂട്ടി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചെന്നപ്പോൾ തന്നെ യായു എല്ലാവരുമായിട്ട് പെട്ടെന്ന് സിങ്കായി. സന്ധ്യാന്റി മാമനും സ്പെഷ്യലി മാധവിന്റെ ടോയ്സ് എല്ലാം എടുത്ത് യായുവിന് കൊടുത്തു. അതുകൊണ്ടായിരിക്കണം യായു ചെന്നപ്പോഴേ ഒരു അകൽച്ച പോലും ഇല്ലാതെ പെട്ടെന്ന് ഇത്രയും ഗ്യാപ്പിന്റെ ഒന്നും കാണിക്കാതെ യായു ഫുൾ കമ്പനി മൂഡ്. നമ്മുടെ നാട്ടിലെ ഗുരുവായൂരമ്പലം പോലെ തന്നെ ഇവിടെ അടുത്തൊരു ഗുരുവായൂരമ്പലം ഉണ്ട്. ആ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പാൽപ്പായസമാണ്. സൂപ്പർ ആയിരുന്നു കേട്ടോ. ശേഷം മാമൻ മാധവിന്റെ യായുവിന്റെ ഓരോ പിക്ക് എടുക്കാൻ വേണ്ടി രണ്ടുപേരെ നിർത്തി. യായുവിനോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ യായുവിന്റെ ചിരിയായി കാണുന്നത്. യായുവിന് എത്ര ഫോട്ടോ സെഷൻ ഉണ്ടായാലും അതിനെല്ലാം പോസ് ചെയ്തോളൂ. ആകപ്പാടെ പുള്ളിക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചിരിക്കേണ്ടത് മാത്രം അറിയത്തില്ലാത്തുള്ളൂ. ബാക്കിയെല്ലാം പുള്ളി സെറ്റാണ്. കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ചെളി കുഴച്ചിട്ട് ചിരട്ടക്കകത്ത് ഫില്ല് ചെയ്തിട്ട് ചിരട്ട നേരെ കമഴ്ത്തി വെച്ചിട്ട് മണ്ണപ്പം ഉണ്ടാക്കത്തില്ലായിരുന്നു. അതിന്റെ ഒരു ന്യൂ വേർഷനാണ് ഈ കാണുന്നത്. ഇവിടെ ചെളിയില്ല ചിരട്ടയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വേഷം കൊണ്ടിട്ട് പുതിയൊരു ടൈപ്പ് ഒരു സാധനം. ഞാനും അമ്മ സന്ധ്യാന്റോടും മാമനോടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. യായു അവിടെ കൊടുമ്പിരി കൊണ്ട കളിയാണ്. അപ്പോഴേക്കും കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ട് സന്ധ്യാന്റി വന്നു. ഓൾറെഡി സന്ധ്യാന്റിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട ടൈം കഴിഞ്ഞു. ഈ കാണുന്ന പുലാവിന്റെ കൂടെ ആ പനീറും ചന മസാലയും റൈത്ത എല്ലാം കൂടെ ഒരു പിടിയങ്ങ് പിടിച്ചു. സന്ധ്യാന്റി ഒരു 15-20 മിനിറ്റ് ഓൾറെഡി ലേറ്റ് ആയി. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ സന്ധ്യാന്റിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് സന്ധ്യാന്റിനെ വിട്ടായി. ശേഷം യായുവിനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം മാമൻ പറഞ്ഞു തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അവിടെയും കൂടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലം കാട്ടിത്തരാം. റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പാർക്കിലേക്ക് പോകുന്ന വഴി കണ്ടതാണ് ഒരു ലോഡ് സവോള. നിസ്സാര വിലയേ ഉള്ളൂ. രണ്ടുപേരും ഉറക്കമായിട്ട് വിളിച്ചേപ്പിച്ച് വില ചോദിച്ചാൽ തെറി പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ വില ചോദിച്ചില്ല. യായുവിന് എന്ത് ചെയ്താൽ ഞങ്ങൾ എടുക്കാൻ സമ്മതിക്കില്ല. യായുവിന് നടക്കോ തന്നെ വേണം. അതും മാധൂട്ടിന്റെ കൈ പിടിച്ച് തന്നെ നടക്കണം. അതല്ലെങ്കിലും അങ്ങനെയാ. ചില സമയങ്ങളിൽ പുള്ളിയാണ് മെയിൻ. ഇപ്പോഴത്തെ ഡൽഹിയിലെ ചൂടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പനേരം പാർക്കിലൂടെ ഒക്കെ കളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ നന്നായിട്ട് ടയർഡായി. പക്ഷേ യായു എന്ത് ചെയ്താൽ വരുന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ യായുവിനെ പിടിച്ചോണ്ട് പോവുകയാണ് ചെയ്തത്. ശരിക്കും യായു ട്രെയിനെ വരുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് പറയുകയും ചെയ്തു ഡാഡാ പാർക്കിൽ പോകണം. എന്തായാലും ഇവിടെ ഒന്ന് പാർക്കിൽ പോയപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയതാണ്. അതെന്തായാലും പുള്ളിക്ക് ഒരു ലോട്ടറി പോലെ പുള്ളി ശരിക്കും എൻജോയ് ചെയ്തു പാർക്ക് ഫുൾ. പഴയകാലത്ത് ഡൽഹിയോ മുംബൈയോ സിനിമയിൽ എന്തെങ്കിലും രംഗം ഉണ്ടെങ്കിൽ അതിലെല്ലാം കാണുന്ന ഒരു മെയിൻ ഐറ്റം ആയിരുന്നു ഈ പ്രാവുകൾ. അങ്ങനെ നടന്ന് നമ്മളൊരു സ്റ്റുഡിയോയിലെത്തി. ഇവിടെ വന്ന് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും നാട്ടിലെ കഴിഞ്ഞ് ലാഭം. കാരണം എന്താണെന്ന് വെച്ചാൽ 10 പ്രിന്റിന് 70 രൂപ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ ഞങ്ങൾ 4 പേര് 4 പ്രിന്റ് വെച്ച് എടുത്തതിന് 1980 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിരുന്നു. 2000 രൂപയ്ക്ക് വെറും 20 രൂപ കുറവ്. ഇതിപ്പോൾ ലാഭമായി. ശേഷം മാമനോടും മാധൂട്ടനോടും എല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ വിളിച്ച് ഊബറോട്ടോയിൽ കയറി റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുത്തെ ചൂടും പാർക്കിലെ ഓട്ടവും ടോട്ടലുള്ള നടപ്പും എല്ലാം ആയിട്ട് യായു നന്നേ ടയേർഡായി. പോകുന്ന വഴിയെ തന്നെ പുള്ളി ഉറങ്ങിപ്പോയിട്ടുണ്ട്.